ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്ത് വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പോ നമുക്കറിയാം ബിസിനസ് അനലറ്റിക്സ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങൾ നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് നമ്മൾ പറയല്. എന്താണ്? അതിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാം. ഇപ്പോൾ അവിടെ സാധനങ്ങളോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യാണ്, നമ്മളൊരു ഫൈനാൻഷ്യൽ നേച്ചർ വെച്ച് ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കണമെന്ന് കരുതിയോട് നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ബിസിനസ് എന്ന് പറയാം അല്ലെ. അവിടെ വാങ്ങലും വിൽക്കലൊക്കെ നടന്നണം. അപ്പോൾ ഈ ബിസിനസ്സിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, അതിന്റെ അനലറ്റിക്സ് എങ്ങനെയായിരിക്കാം? ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ വിൽക്കുക മാത്രമല്ല, ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, അതിന്റെ ബാക്ക് എൻഡ് ഒരുപാട് പ്രോസസ്സോ. ഇതിനെല്ലാം എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും ടോട്ടലി ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ചധികം ബ്ലോക്കുകൾ നമുക്ക് നോക്കാനുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്ലോക്ക് 1-ൽ നിന്നാണ്. എവിടെ നിന്നാണ്? നമ്മൾ ബ്ലോക്ക് 1-ൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്റർപ്രൈസുകളെ കുറിച്ച് പഠിക്കാനാണ്. എന്താണ് ബിസിനസ് എന്റർപ്രൈസ്? എന്താണ് ബിസിനസ്? അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഒരു ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതോ ഒരു ബിസിനസ് ഓർഗനൈസേഷനും, ഇപ്പൊ നമ്മളുടെ അടുത്തുള്ള കടകളോ കാര്യങ്ങളോ എന്തായിരിക്കാം, അവരെന്ത് ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബിസിനസ് ഓണ്ടർപ്രൈസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ബിസിനസ് ഓണ്ടർപ്രൈസ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് any form of organization involved in offering goods and services with a goal of turning profit is referred as to a business venture. അതിനാണ് ബിസിനസ് വെഞ്ചർ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ആ ബിസിനസ് ലാഭം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുകയാണ് അല്ലെ. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും, ഏത് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും അതെന്തായിരിക്കും, ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മളെ ബിസിനസ് ഓണ്ടർപ്രൈസുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ എന്ന് പറയും. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകൾ ഉണ്ട് ബിസിനസിനെ പറയാൻ വേണ്ടിയിട്ട്. കമ്പനി, ഫേം, ബിസിനസ് ഓണ്ടർപ്രൈസ്, ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ ഈ വേർഡ്സുകളൊക്കെ ഉപയോഗിക്കും. ഇവിടെയൊക്കെ കോമൺലി എന്തായിരിക്കും, അവിടെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യാണ്, എക്സ്ചേഞ്ചിങ് ആണ് ശരിക്കും അവിടെയൊക്കെ നടക്കുന്നത്. അപ്പൊ എന്താണ് ബിസിനസ് ഓണ്ടർപ്രൈസ് എന്നുള്ളത് നോക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക് ആയതുകൊണ്ട് 5 മാർക്സിന് എവിടെയാണ് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ബിസിനസ് ഓണ്ടർപ്രൈസ്? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫംഗ്ഷൻ ഓഫ് ബിസിനസ് ഓണ്ടർപ്രൈസ്. ബിസിനസ് ഓണ്ടർപ്രൈസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് ബിസിനസ് ഓണ്ടർപ്രൈസ് എന്നുള്ളത് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബിസിനസ് ഓണ്ടർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് വേരിയസ് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് പറയുന്നത്, സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക എന്ന് പറയുന്നതല്ല ബിസിനസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബിസിനസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിൽ വൺ ഓഫ് ദ ഫംഗ്ഷൻ ആണ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ടുള്ള ഫംഗ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് വൺ പറയുന്നത് ഫൈനാൻസ് ഫംഗ്ഷൻ ആണ്. ആൻഡ് തേർഡ് വൺ അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. ഫോർത്ത് വൺ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഫിഫ്ത്ത് വൺ ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ 5 ഫംഗ്ഷനുകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഒരു ബിസിനസിന്റെ ഫംഗ്ഷനുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം, നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ, അതായത് ബിസിനസ് നമ്മൾ എപ്പോൾ തൊടുമ്പോൾ +2 അക്കൗണ്ടൻസി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ +2 കൊമേഴ്സ് എടുത്ത് വന്നവർക്ക് അറിയാം, അവിടെ അവർക്ക് എന്ത് പഠിക്കണം, ബിസിനസ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കണം, ബിസിനസ് സ്റ്റഡീസ്. ആ ഒരു പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ടോപ്പിക് തന്നെയാണ് ബിസിനസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുന്ന അഥവാ ഒരു സാധനം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് സാധനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ തരത്തിലുള്ള, അതായത് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എക്കണോമിക് റിസോഴ്സസ് ആയിരിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ലാൻഡ്, ലേബർ, റിസോഴ്സസ്, ക്യാപിറ്റൽ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട്, അഥവാ
ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, നമുക്ക് അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് എന്താണ്, നമ്മുടെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തത് നെക്സ്റ്റ് ഏതാണ് പറഞ്ഞത്, ലേബർ. നമുക്കറിയാം ഹ്യൂമൻ അല്ലെ, ഹ്യൂമൻ ഇന്ത്യ എന്ന് പറഞ്ഞ എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവിനേക്കാൾ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കാരണം ഇവിടെ കൂടുതൽ നമുക്ക് എന്താണ് ചീപ്പ് റേറ്റിൽ ലേബേഴ്സിന് അവൈലബിൾ ആവും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അപ്പൊ ലേബർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എഫേർട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലേബേഴ്സിനെ യൂസ് ചെയ്ത് നമ്മൾ ഈ ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ളതും നോൺ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേബേഴ്സിന് യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ലേബർ എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. നെക്സ്റ്റ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഏതാണ്, ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു ബിസിനസ് അവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും ക്യാഷ് എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാം, അവർക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, അവർക്ക് ക്യാഷ് കൊടുത്താൽ മാത്രമേ അവർ നിലനിൽക്കുള്ളൂ. അപ്പൊ അവിടെ എന്താണെന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഏതാണ്, ക്യാഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ ബൈ എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് എനേബിൾ ഓട്ടോമേഷൻ ആൻഡ് എക്സ്പാൻഡിങ് ഔട്ട്പുട്ട് കപ്പാസിറ്റി. ഇതൊക്കെ ചെയ്യുന്ന ഔട്ട്പുട്ട് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യണമെങ്കിലൊക്കെ എന്ത് ആവശ്യമാണ്, അവിടെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ എന്നുള്ളത് ആവശ്യമാണ്. പിന്നത്തെ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞ ഓൺട്രപ്രണർഷിപ്പ് ആണ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, the organization of the above mentioned factor, അതായത് land, labor, capital will make the production function possible. Hence there must be a person or entity to organize this factor. അതായത് നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ബിസിനസ് ഐഡിയ കൊണ്ടുവന്ന് മുന്നോട്ട് വരാൻ ഒരാളില്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് ഉണ്ടാവും ഇല്ല. അതുകൊണ്ടാണ് ഓൺട്രപ്രണർഷിപ്പ് അഥവാ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫൈനാൻസ് ഫംഗ്ഷൻ ആണ്. അതായത് നമുക്കറിയാം ഏതൊരു ബിസിനസ് ഉണ്ട് ക്യാഷ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ ക്യാഷ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ബിസിനസ് പ്രോഫിറ്റും കാര്യങ്ങളും മേക്ക് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ, മറ്റൊന്ന് നമ്മുടെ ഫൈനാൻസിങ് ഫംഗ്ഷൻ. അത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് അതിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അസറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ രണ്ട് തരത്തിലുണ്ടാവാം. ലോങ് ടേം ഉണ്ടാവാം, ഷോർട്ട് ടേം ഉണ്ടാവും. അതായത് ലെസ് ദാൻ 1 ഇയറിലോട്ട് അല്ലെങ്കിൽ 1 to 3 ഇയേഴ്സിന്റെ താഴത്തോട്ടുള്ളതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എങ്കിൽ അതിനെ ഷോർട്ട് ടേം എന്നും, മോർ ദാൻ 3 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ മോർ ദാൻ ഉള്ളതിന് നമ്മൾ എന്താ പറയാറ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻസ് എന്നും പറയും. അപ്പൊ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവാം ഒരു ബിസിനസ്സിന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനാൻസിങ് ഡിസിഷൻ. ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും ആ ബിസിനസിന്റെ ആ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു വർഷം പോവേണ്ട റിക്വയർഡ് ഫണ്ട് എത്രയാണ്, അതിന്റെ ആക്ടിവിറ്റീസ് എന്തിനൊക്കെയാണ്, എങ്ങനെയൊക്കെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതാക്കാം എന്നുള്ളതൊക്കെയാണ് മെയിൻലി എവിടെ വരുന്നത്, ഇവിടെ വരുന്നത്. അതായത് യൂട്ടിലൈസേഷനും അതിന്റെ കൺട്രോളിങ്ങും കാര്യങ്ങളും, ഫൈനാൻസിന്റെ യൂട്ടിലൈസേഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നത്. അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഫംഗ്ഷനും കൂടി പറയാവുന്നതാണ്. ഡിവിഡൻഡ് കൊടുക്കുകയും കാര്യങ്ങളും വേണമല്ലേ. അതായത് ആ കമ്പനി എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അതിന്റെ പാർട്ട്നേഴ്സിന് കൊടുക്കണം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, അത് റീറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കുക, ആ കമ്പനിയാണ്. അപ്പൊ അതാണ് ഒരു ഡിവിഡൻഡ് ഡിസിഷനിൽ വരുന്നത്. ഇതാണ് എന്തെന്ന് ഫൈനാൻസിങ് ഫംഗ്ഷൻ എന്ന് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഫൈനാൻസ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ ആണ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ആക്ടിവിറ്റീസും കൂടി ചെയ്തല്ലേ, അതായത് ബുക്ക് കീപ്പിംഗ് മുതൽ അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, ഓൾ ആക്ടിവിറ്റി അത് മൊത്തം ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും ടാക്സ് ലയബിലിറ്റി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സിനും അക്കൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ടിങ് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും പ്രൈസ് ഫിക്സേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. അത് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിരിക്കാം, ബാച്ച് കോസ്റ്റ് ആയിരിക്കാം, പലതരത്തിലുണ്ട്. അപ്പോൾ ഏത് കോസ്റ്റിംഗ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഇവിടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എക്സ്റ്റേണൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് കാണിക്കുന്നതിന് വേണ്ടി ഫൈനാൻഷ്യൽ പൊസിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ
ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ മാനേജ്മെന്റിന്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നില്ല. ഇവിടെ റിപ്പോർട്ട്സ്, ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ. അതാണ് അക്കൗണ്ടിങ് ഫംഗ്ഷനിൽ ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആണ്. നമ്മൾ എന്തുണ്ടായി പ്രൊഡ്യൂസ് ചെയ്തു, അതിനുള്ള ഫൈനാൻസും കാര്യങ്ങളും കൃത്യമായി ചെയ്തു, അത് കൃത്യമായി ട്രാക്ക് ചെയ്തു, അതിന്റെ അക്കൗണ്ടിങ് കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഇത് മാത്രം ചെയ്തുകൊണ്ട് ഗുഡ്സ് മാർക്കറ്റിൽ എത്തുമോ? ഇല്ല. അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. അതാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാർക്കറ്റ്, ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ വോൾ മാർക്കറ്റിൽ അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതാത് സാധനങ്ങൾ ഇറക്കുക അല്ലെ. ഇപ്പോ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു ഐസ്ക്രീം കട തുടങ്ങാന്ന് വിചാരിക്കാം. അവിടെയുള്ള എല്ലാവർക്കും എന്താവില്ല, അതിനോട് ഓക്കെ ആവില്ല, അവരുടെ ടേസ്റ്റും പ്രിഫറൻസും അതിനനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യം കൊണ്ടുവരാൻ. അതാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷനിൽ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് നമ്മൾ അല്ലെങ്കിൽ സർവീസിന് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിക്കാം. അതാണ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ക്ലോസ്ലി കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അല്ലെ, ലേബേഴ്സ് ഉണ്ടെങ്കിൽ ഏതൊരു ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഹ്യൂമൻസിന്റെ അഥവാ അവിടെ ജോലി ചെയ്യുന്നവരുടെ റൈറ്റ്, അവരുടെ പൊസിഷൻ റൈറ്റ് ടൈം, അങ്ങനത്തെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇതൊക്കെ ഈ പ്രോസസ്, അതായത് HR വർക്ക്, ഹ്യൂമൻ റിസോഴ്സ് വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നതാണ് HR ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് എന്തെന്ന് പറഞ്ഞത്, ഒരു ബിസിനസ് എന്താണ് ഒരു ബിസിനസ് ഓണ്ടർപ്രൈസിന്റെ പ്രധാനപ്പെട്ടുള്ള 5 ഫംഗ്ഷനുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 5 ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. പ്രൊഡക്റ്റ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഫൈനാൻസ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മാർക്കറ്റിംഗ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനുമാണ്. ക്ലിയർ ആയോ? പെട്ടെന്നാവട്ടെ, പറയൂ. ക്ലിയർ ആണോ?